യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഫലമേൽപ്പിച്ച സന്ദേശം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. ഇന്നും ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും. പ്രവാചകനായ യെശയ്യാവ് ഒരു ജനതയെ നോക്കിക്കൊണ്ട് പ്രവചിക്കുന്ന ഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ ഒരു കാഴ്ച കാണുകയാണ്. തൻ്റെ ജനത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഏതൊക്കെയോ ശക്തികളെ കാണുക. എന്നിട്ട് പ്രവാചകൻ ആത്മനിയോഗത്തോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ വായായി നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ പോവുക, ആർക്കതിനെ തടയാൻ പറ്റും? നമ്മൾ ബൈബിൾ പഠിക്കുമ്പം മനുഷ്യ ജീവിതത്തിൽ വലിയ വലിയ തടസ്സങ്ങളും വലിയ വലിയ കുരുക്കുകളും വലിയ വലിയ ബന്ധനങ്ങളും ഇട്ട് പിശാച് മനുഷ്യനെ തടഞ്ഞു നിർത്താറുണ്ട്. എന്നാൽ ഇന്ന് ദൈവം ദൂത് പറയുക, അവൻ നിൻ്റെ ലൈഫിനെ തടഞ്ഞു വെച്ച എല്ലാ തടസ്സങ്ങളും, അവൻ നിന്നെ കുരുക്കിയിട്ട എല്ലാ കുരുക്കുകളും, അവൻ നിന്നെ ബന്ധിച്ചിട്ട എല്ലാ ബന്ധനങ്ങളും അഴിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇതേ വാക്യം തന്നെയാണ് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ധാരാളം വാക്തത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, വാക്തത്വങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാ വാക്തത്വം കിട്ടിയേ? ബൈബിള് തുറന്നപ്പം വാക്തത്വം കിട്ടി, പ്രവാചക ശബ്ദത്തിനകത്ത് വാക്തത്വം കിട്ടി, രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടു. എന്നോട് ദൈവം പറഞ്ഞൊരു സന്ദേശം, നീ കണ്ടതും നീ കേട്ടതുമൊക്കെ ഉടനെ നിവർത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ബൈബിൾ ഹമീബിൻ്റെ ദൂതുകളെ ചിലതൊന്ന് വിവരിക്കാനായിട്ട് പോവുക. ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രവചന ശബ്ദത്തിലൊരു വാക്തത്വം കേട്ടിട്ടുണ്ടോ? ഒരിക്കലും നിങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ഒരു വാക്തത്വം വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ 3000-ത്തിലധികം വാക്തത്വങ്ങളുണ്ട്. അത് രക്ഷിക്കപ്പെട്ടവനുള്ള ദൂത. വാക്തത്വം കാണുകയോ ഏതെങ്കിലും ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിൻ്റെ മേൽ വെളിപ്പെടേണ്ട ദൈവ പദ്ധതിയാണ്. ഈ ബൈബിളിൻ്റെ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. എബ്രായ ലേഖനം പഠിപ്പിക്കുന്ന ഒരു ദൂതുണ്ട്, എൻ്റെ ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ നിന്നോട് ദൈവം വാക്തത്വം ചെയ്താൽ അവൻ വിശ്വസ്തനായിരിക്കും. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയാം, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വെന്നാണ്, അത് സ്വീകരിക്കുന്ന ഞങ്ങൾ അതിന് ആമീൻ എന്ന് പറയും. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊട്ടെ. ദൈവം എത്ര വാക്തത്വങ്ങളും ഉണ്ടെങ്കിലും അതിന് ഊവ എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വാക്തത്വം അങ്ങനെ തന്നെയാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദൈവം സാറയോട് വാക്തത്വം ചെയ്തത് സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അപ്പം ദൈവം വാക്തത്വം നിവർത്തിക്കുന്നവനാണ്. യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ അരുളി ചെയ്ത ചെറുതും വലുതുമായ എല്ലാ വാക്തത്വങ്ങളും ദൈവം നിറവേറ്റി. അപ്പോൾ പഠിക്കണം, ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. എൻ്റെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ഒന്നാണ്. എൻ്റെ ദൈവം സാറയ്ക്ക് വാക്തത്വം നിവർത്തിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കളോട് ഒരു ചെറുതും വലുതുമായ വാക്തത്വം നിറവേറ്റി കൊടുത്തു. പക്ഷെ നമ്മുടെ വാക്തത്വം എന്താ നിറവേറാത്തത്? അതാണ് ഇന്നത്തെ ധ്യാനം. നിൻ്റെ വാക്തത്വങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന കറുത്ത കൈകൾ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. ചില വാക്തത്വ നിവർത്തി ഉടനെ നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടണം. ഞാനിന്ന് ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഭാവി തടസ്സപ്പെട്ട് കിടക്കുന്നവർ, ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്നവർ, ബിസിനസ് തടസ്സപ്പെട്ട് കിടക്കുന്നവർ, കുടുംബജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്നവർ, വസ്തുവിൻ്റെ വിഷയം തടസ്സപ്പെട്ട് കിടക്കുന്ന നിങ്ങളോടാ ജൂത്. തടസ്സപ്പെടുത്തുന്ന ശത്രുവിന് എക്കാലവും നിലനിൽപ്പില്ല. ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ദൂത് ആരംഭിക്കാൻ പോവുക. ഒരു ആത്മീക വെളിപ്പാടാണ് പറയാൻ പോകുന്നത്. സ്തോത്രം. അത് ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഇവിടെ സംഭവിക്കണം. സ്തോത്രം. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറ. ഒരു വിശ്വാസം പറ, ദൈവം എനിക്ക് വേണ്ടി. ആ ചങ്കത്തോട്ട് കൈവച്ച് പറ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്.
ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് നീ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ തന്നെ നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തി കാണാം. നിന്റെ ഭാവിക്കകത്തൊരു ദൈവപ്രവൃത്തി കാണാം. നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെ എവിടൊക്കെ തടസ്സപ്പെട്ടിട്ടാലും അവിടെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. തടസ്സമെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. തടസ്സം മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളിലൊരു സ്പിരിച്വൽ ടച്ച് ഉണ്ടാകുമ്പോഴാണ്, ഒരു ആത്മീക സന്ദർശനം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് ഒരുത്തൻ്റെ അകത്ത് തടസ്സങ്ങൾ വഴിമാറിപ്പോകുന്നത്. എപ്പോഴും നിങ്ങൾ ഓർക്കണം, നീണ്ട ദിവസങ്ങൾ കൊണ്ട് ദൈവത്തിന് സ്തോത്രം ജനം മരുഭൂമിയിൽ വെള്ളമില്ലാതെ തപ്പി നടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന മോശ പറയും, പർവ്വതത്തിന് ഏതോ പാറയ്ക്കകത്ത് തമ്പുരാൻ വെള്ളം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇന്നലകളിൽ ജീവിതത്തിൽ കയ്പ് വലിച്ചു കുടിച്ച ചിലരോട് ദൂതുണ്ട്, നിന്റെ കയ്പ് മധുരിപ്പിച്ചു തരാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഇന്ന് ഈ വചന വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, ദൈവത്തിന് സ്തോത്രം, ചില തടസ്സങ്ങൾ ഉടനെ മാറും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വേദി പ്രസംഗിച്ചപ്പം പ്രസംഗത്തിൻ്റെ നടുവിൽ ഒരു ദൈവശബ്ദം ഞാൻ കേട്ട ശബ്ദം ഇങ്ങനായിരുന്നു. നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ഇറങ്ങുന്നത് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തല്ല, നിനക്ക് തടസ്സമുള്ള സ്ഥലത്താണ്. ഒരു സഭ പ്രാർത്ഥിക്കാൻ കൂടിയപ്പം ഒരു പത്രോസ് ഇരുമ്പഴിക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. സഭ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചിടത്ത് ദൈവം ഇറങ്ങിയെന്നല്ല, എവിടെ തടസ്സം വന്നോ അവിടെ ദൈവം ഇറങ്ങി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. പത്രോസ് അകത്തോട്ട് പോയപ്പം ഓരോ വാതിൽ അടഞ്ഞടഞ്ഞു വന്നു. പക്ഷെ പത്രോസിൻ്റെ ബന്ധനം അഴിഞ്ഞപ്പോൾ ഓരോ വാതിൽ തുറന്നു വന്നു. അങ്ങനെ നിന്റെ കൺമുമ്പിൽ അടഞ്ഞടഞ്ഞ് പോയതെല്ലാം ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ തുറന്ന് Glory to God, glory to God, glory to God. റംബ ഹസന ബഹംദന. നിന്റെ സന്തതിക്ക് വഴി തുറന്നു വരുന്ന കാഴ്ച. നിന്റെ കുടുംബത്തിന് വഴി. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി ഓടി മാറുമ്പോൾ നിനക്ക് മുമ്പിൽ വഴികൾ തുറന്ന്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് ഒന്നുകൂടെ ഒന്ന് പറ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയാം, നീ നിൽക്കുന്നത് ഒരു ദൈവപ്രവർത്തിയുടെ അടുക്കല. നിങ്ങൾ ശ്രദ്ധിക്കണം. യോസഫ് കുണ്ടറെ കിടക്കുക, കൊല്ലം കുണ്ടറയിലല്ല, ഇരുമ്പഴിക്കകത്ത് കുണ്ടറെ കിടക്കുക. യോസഫ് വിചാരിക്കുന്നത്, ചിലർ വിചാരിക്കുന്നത് ഇവൻ ഇവിടെ കിടന്ന് ചാകത്തേ ഉള്ളെന്നാണ്. യോസഫ് പറയുകയാണ്, ഇന്ന് രാത്രി ഒറ്റ ദർശനം കൊട്ടാരത്തിൽ കൊടുത്താൽ നാളെ എൻ്റെ ഇരിപ്പിടം മാറും. ചിലരോട് നിന്നെ ചിലതിൻ്റെ അടുക്കൽ, നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്നെ ചിലതിന് അടുക്കൽ പരിശുദ്ധ റബല ഹസരബ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. കാലപ്പഴക്കം ചെന്ന തടസ്സങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ മാറണം. ഒരിക്കലും മാറത്തില്ലെന്ന് നീ പറഞ്ഞ തടസ്സം, അത് നിന്റെ വസ്തുവിലായാലും വീട്ടിലായാലും സന്തതിയിലായാലും ഇന്നത് മാറുന്ന കാഴ്ച. ഈ തടസ്സം ചെയ്യുന്ന ചില മേഖലകളെ നോക്കി ദൈവം ഇന്ന് സംസാരിക്കുമെന്ന ഒന്നാമത്തെ ദൂത്. ഒരാമയും പറഞ്ഞാട്ടെ. എന്തുവാ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കണം. 43-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കണം. തമ്പുരാന്റെ ആധരം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചലിക്കാൻ പോവാ. നിന്നെ തടഞ്ഞു വെച്ചത് ആരാണോ ഇനിയും തടുക്കരുതെന്ന്. ഞാനൊരു കൊച്ചു അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. ഒരു ഹസ്ബൻഡും വൈഫും എന്നും മുടങ്ങാതെ നമ്മുടെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വന്നു ചേരും. സ്തോത്രം. ഹസ്ബൻഡ് ദുബായിൽ
നല്ല പൊസിഷനിൽ ജോലി ചെയ്തയാളാണ്. വൈഫും അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്തു. അവർക്ക് 2 കുഞ്ഞുങ്ങളുമുണ്ട്. സ്തോത്രം. ഹസ്ബൻഡിൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. വൈഫിൻ്റെ ജോലിക്ക് പോകാൻ വയ്യാത്തൊരു ശ്വാസം മുട്ടൽ നേരിട്ടു. സ്തോത്രം. 2 പേരും ജോലി നഷ്ടപ്പെട്ട് കുറച്ച് നാൾ ദുബായി താമസിച്ചു. പല ജോലികൾ തപ്പി കിട്ടിയില്ല. അവർ നാട്ടിൽ വന്നു. ചേർത്തലയ്ക്കും എറണാകുളത്തിനും ഇടയ്ക്ക് സ്തോത്രം തങ്ങളുടെ വീട്ടിൽ വന്ന് താമസം തുടങ്ങി. സ്തോത്രം. അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയും കുറച്ച് സാമ്പത്തികം കുറച്ച് ബാങ്ക് ബാലൻസും കുറച്ച് വസ്തുക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു വരികയാണ്. പൈസയല്ലോ അത് ഓരോ ദിവസവും തീരാൻ തുടങ്ങി. പൈസയെല്ലാം തീർന്ന് 1 പൈസയ്ക്ക് പോലും വഴിയില്ലാതെ ഇതിനിടയ്ക്ക് വൈഫിന് ഇവർ 2 വെളിയിലോട്ട് പോകാനുള്ള പല പേപ്പർ വർക്കുകൾ നടത്തി. എല്ലാം പകുതിയെങ്കിൽ ബ്ലോക്കായി പോവും. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം അവർ വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്ററെ, പൈസ മുഴുവൻ തീർന്നു, വിൽക്കാൻ ഇനി ഒന്നുമില്ല. സ്തോത്രം. 100 ചില്ലുവാനം പവൻ സ്വർണം ഉണ്ടായിരുന്നു. ഓരോ ആവശ്യത്തിന് വിറ്റ് സ്തോത്രം. ഇപ്പം 1 തരി സ്വർണം എൻ്റെ വീട്ടിലില്ല. മക്കളെ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കാനില്ല. ഞങ്ങളങ്ങ് ഓർക്കുമായിരുന്നു, അങ്ങ് അവസാനിപ്പിച്ചാൽ എന്തെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സ്തോത്രം. നിങ്ങളങ്ങനെ ഓർക്കുപോലും ചെയ്യരുത്. മുട്ടയിരുന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഓരോ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും ഇവരുടെ മുഖം പാടുന്നതും ഇവർ കടം വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നതെന്നും ഇവർക്ക് കടം കൊടുക്കാൻ ആരുമില്ലെന്നും ഇവർക്ക് കടം ചോദിക്കാൻ പറ്റുന്നില്ലെന്നും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. ഓരോ ആഴ്ചയിലും വരുമ്പോഴും ആരെയും ശ്രദ്ധിച്ചില്ലെങ്കിലും ഭാര്യയും ഭർത്താവിനെയും പിള്ളേരെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. എന്നോട് കർത്താവ് ഒരു ദിവസം ശുശ്രൂഷിക്കുമ്പം പറഞ്ഞു, ഇവരുടെ ജീവിതം തടസ്സപ്പെടുത്തിയിട്ടേക്കുക, അത് പ്രാർത്ഥനയിൽ മാറണം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കണം, ഞങ്ങളുടെ കൂടെ വന്ന് ഉപവസിക്കണം. അങ്ങനെ കർത്താവിന് സ്തോത്രം. നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ പകൽ സമയം മുതൽ വൈകിട്ട് 6 മണി വരെ ഉപവാസത്തോടെ അവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഉപവാസം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, വലിയ വിടുതലൊന്നും നടന്നില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ പൈസ ചോദിച്ചാൽ തരുന്നുണ്ട്. അങ്ങനൊരു വിടുതൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതും കടമല്ലേ? എത്ര ദിവസം കടം വാങ്ങിച്ച് ജീവിക്കാൻ പറ്റും? കടം വാങ്ങിച്ച് ജീവിക്കുന്നവരോടൊക്കെ ഞാൻ പറയാം, അത് ഒത്തിരി നാൾ വാങ്ങിക്കാൻ പറ്റുകയില്ല. വഴി തുറക്കാൻ പ്രാർത്ഥിച്ചോണം. സ്തോത്രം. എന്നോട് അവർ പറഞ്ഞു, പല പാസ്റ്റർമാരും പ്രാർത്ഥിച്ചു, അവരെല്ലാം കൈവിട്ട് ഇപ്പോൾ വിളിച്ചാൽ പോലും എടുക്കത്തില്ല. കാരണം ഞങ്ങൾ ഇല്ലായ്മയുടെ കഥയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരു ദിവസം ഞാൻ സ്തോത്രം ഇവരെ കണ്ടപ്പോൾ ഇവർ ഭയങ്കര സന്തോഷവാന്മാരായി കണ്ടു. സ്തോത്രം. അപ്പം ഞാൻ സ്തോത്രം അവരോട് ചോദിച്ചു, എന്താണ് ഇന്ന് മുഖത്ത് വലിയ സന്തോഷം? അപ്പം അവർ പറയുക, ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഇന്നലെ രാത്രി അഭിഷേകം പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണല്ലോ. ഈ 5 കോടി രൂപ കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഈ അഭിഷേകം പ്രാപിക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന സന്തോഷം. അത് പ്രാപിച്ചവർക്കേ അറിയത്തുള്ളൂ. അഭിഷേകം പ്രാപിച്ച് 2ാമത്തെ ആഴ്ച ഇവർ കണ്ടപ്പോൾ ഇവരുടെ മുഖം ഭയങ്കര സന്തോഷവാന്മാരായിരിക്കുക. അപ്പം സ്തോത്രം. ഞാൻ ചോദിച്ചേ, അഭിഷേകം പ്രാപിച്ചതിൻ്റെ സന്തോഷം മുഖത്ത്? അഭിഷേകം മാത്രമല്ല പാസ്റ്ററേ, വഴി പറയാനുണ്ട്, 2 ആഴ്ച കഴിയട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അഭിഷേകം ഇവരിൽ ഇറങ്ങിയപ്പം വർഷങ്ങളായി ഇവരുടെ നന്മകളെ തടസ്സപ്പെടുത്തിയ മേഖല പൊട്ടിയിട്ടുണ്ട്. സ്തോത്രം. ചുരുക്കി പറയാം, അവർ പണ്ട് ഒരു പേപ്പർ വർക്ക് നടത്തി പകുതിയെങ്കിൽ ബ്ലോക്കായി പോയ പേപ്പർ അതേ ഏജൻസി ഇങ്ങോട്ട് വിളിച്ചിട്ട് സ്തോത്രം അതേ എക്സാം എഴുതി പാസ്സായിട്ട് സ്തോത്രം അവർ ഹല്ലേലൂയ ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം വേറൊരു രാജ്യത്തേക്ക് പോകാനുള്ള സമയങ്ങൾ അടുത്തു. അതാണ് ദൈവത്തിന് സ്തോത്രം അവർ പറഞ്ഞു വഴി തുറക്കുന്നെന്ന്. അവരെ പ്രാർത്ഥിച്ചയക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ 13 വർഷം ഞങ്ങൾ സഹിച്ച കഷ്ടതയ്ക്ക് അറുതിയില്ല. പക്ഷേ ആ കെട്ട് പൊട്ടാൻ നേരത്ത് എനിക്കുള്ള ടിക്കറ്റ്, എൻ്റെ വൈഫിനുള്ള ടിക്കറ്റ്, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ടിക്കറ്റ് എല്ലാം തന്ന് ഞങ്ങളെ രാജകീയമായി ദൈവം അയച്ചു. ഞാനിവിടെ നിന്നുകൊണ്ടൊരു ദൂത് പറയാം. തടസ്സപ്പെട്ട് കിടക്കുന്ന ചിലരോട് ആ ദൂത് തമ്പുരാൻ ഇന്ന് കൽപ്പിക്കാൻ പോവുക. ഇനിയും തടഞ്ഞു വെക്കരുതെന്ന്. Glory to God.
ഗ്ലോറി ടു ഗോഡ്. നിന്നെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയത് നിന്റെ സന്തതിയുടെ നന്മ നീ അനുഭവിക്കാൻ പോവാ. നിന്റെ സന്തതിയുടെ അനുഗ്രഹങ്ങൾ നീ കാണാൻ പോവാ. തടുത്തു വെക്കരുതെന്ന്. ഈ തടസ്സത്തിൻ്റെ ഒരു സ്വഭാവം ഞാൻ പഠിച്ചപ്പം അത് ഇച്ചിരി വിവരിച്ച് പറയാനാ. ഒരു വ്യക്തിക്ക് തടസ്സം വരുമ്പം ആദ്യം വരുന്ന തടസ്സം ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരും. എന്താ ഈ ഒത്തിരി പേര് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ വീട് പണി തടസ്സപ്പെട്ട് എടുക്കാം, പക്ഷെ അത് കുഴപ്പമില്ല, പക്ഷെ പ്രാർത്ഥനയുടെ തടസ്സം മാറണം. എന്തുവാ പ്രാർത്ഥനയുടെ? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ചോദിക്കാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രേയറിനോട് തടസ്സം ഉണ്ടെങ്കിൽ അത് ഇന്ന് പകൽ മാറുന്ന പകലായി. ഇനി ഞാനൊരു വെളിപ്പാടിലൂടെ പറയാം. പ്രാർത്ഥിക്കുന്നവനെ അങ്ങനെ പെട്ടെന്ന് ബന്ധിക്കാൻ പറ്റുകയില്ല. ഒരു രാജ്യം തലകുത്തി നിന്നു ദാനിയേലിനെ ബന്ധിക്കാൻ. അവർ കഴിയത്തില്ലെന്ന് വരുന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാം? ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ ബന്ധിക്കാൻ തീരുമാനിച്ചു. കാരണം പ്രയറിനെ ബന്ധിച്ചാൽ നിന്നെ ഈസിയായി ബന്ധിക്കാം. ദൈവത്തിന് ഒരു ശിംശോനെ ബന്ധിക്കണമെങ്കിൽ ശിംശോനെ വശീകരിക്കുന്ന ഒരു ദലീല എഴുന്നേക്കണം, അല്ലെങ്കിൽ ശിംശോനെ ബന്ധിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ചില ബന്ധനത്തിൻ്റെ മുമ്പിൽ ചില കാരണമുണ്ട്. ആ ചുരുളിന്ന് അഴിയാൻ പോവുക. ദൈവം പറയുക, ഇനിയും തടഞ്ഞു വെക്കരുത്. നീ അനുഭവിക്കേണ്ട നന്മയും ലോർഡ് സ്തോത്രം സ്തോത്രം. നാം ഈ കരമുയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്യുക. എനിക്ക് ദൈവം ബോധ്യം തരിക, ഇന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നീ വീട്ടിൽ ചെല്ലുമ്പോൾ കേൾക്കാൻ പോകുന്ന വാർത്ത തടസ്സങ്ങൾ അഴിഞ്ഞു എന്ന വാർത്തയാണ്. യേശുവിൻ്റെ നാമത്തിൽ. ഇനി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കൊരു തടസ്സം വന്നാൽ ഞാൻ ദൂത് പറയാം, അത് പ്രാർത്ഥനയെ കൂടെ തന്നെ പരിഹാരം ഉണ്ടാക്കണം. ഒരാമ്യം വരുന്നില്ല. ഒന്ന് തിരിച്ചറിയണം, തടസ്സം ചെയ്യാൻ ഒരു ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയ ശക്തി പ്രാർത്ഥിക്കുന്നവനുണ്ട്. ഒരാമ്യം വരുന്നില്ല. ഇന്നിവിടെ ഒരു യുദ്ധം നടക്കാൻ പോവാ. നിനക്കെതിരെ ചിലത് തടസ്സം ചെയ്തിട്ട ചിലതിനെതിരെ നീ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ അകത്തെ പ്രാർത്ഥനാ വരം. അപ്പം നമ്മൾ വായിച്ച വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പം ദൂതിൻ്റെ വിവരണത്തിലേക്ക് വരും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ഇനിയും തടഞ്ഞു വെക്കരുത്, വിട്ടുകൊടുക്കുക. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ഇനിയും തടഞ്ഞു വെക്കാൻ വയ്യാത്ത സാഹചര്യം ദൈവമായിട്ടുണ്ടാകാൻ പോവുക. തമ്പുരാൻ ചില നന്മകൾ റിലീസ് ചെയ്യാൻ പോവുക. നിന്റെ കുടുംബത്തിലോട്ട് ചില അനുഗ്രഹങ്ങൾ, ചില പുതിയ വഴി. ഞാൻ ഷീസ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ദിവസങ്ങളിൽ ചില തടസ്സങ്ങൾ മാറിയ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഞാൻ ഒത്തിരി പേരുടെ തടസ്സങ്ങൾ മാറുന്നത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഒത്തിരി പേരുടെ തടസ്സങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുക. ഒരിക്കലും ഒരു സഹോദരനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഓടിപ്പഴകിയ 2 ടിപ്പർ ലോറി, സ്തോത്രം, കൊണ്ട് ജീവിക്കുന്ന ഒരു ഡ്രൈവറാണ് പുള്ളി. ഹല്ലേലൂയ. ഞാനവിടെ ചെന്നപ്പോൾ 2 വണ്ടി ടയറ് മാറാൻ കാശില്ലാതെ കട്ടപ്പുറത്ത് വെച്ചേക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് തടസ്സമാണ്. ഹല്ലേലൂയ. ഈ തടസ്സം മാറിയാൽ ഇവൻ്റെ ഗതികേട് മാറും. സ്തോത്രം. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനകളിൽ അല്പ ദിവസങ്ങൾ അങ്ങോട്ട് കൂടാൻ തുടങ്ങിയപ്പം സ്തോത്രം, ആരോ ഒരാൾ ഒരു ടയർ വാങ്ങിക്കാൻ പൈസ കൊടുത്തു. പുള്ളി എന്നോട് പറഞ്ഞു, അനക്കം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അനക്കമൊന്നുമല്ല, ധാരണ നിന്നോട് ദയ തോന്നിയതാ. അങ്ങനെ തമ്പുരാൻ പഞ്ചവത്സര പദ്ധതി പോലെ ഓരോന്ന് വിടുതൽ തരുവല്ല. തമ്പുരാൻ തുറന്ന് വിട്ടതാ. പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് നിന്റെ കുടുംബത്തിലോട്ട് ഗ്ലോറി ഗ്ലോറി. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. കർത്താവിന് സ്തോത്രം. ചുരുക്കി പറയാം, ഞാൻ പിന്നെ നടന്നതൊന്നും പറയുന്നില്ല. സ്തോത്രം. പുള്ളിക്കാരന് ഇന്ന്
ധാരാളം വണ്ടികളുള്ള ഒരു ഉടമയും അതിനുപരി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതും പ്രവചന ശുശ്രൂഷ പ്രാപിച്ച ഒരാളുമായിട്ട് മാറി. അമ്മ എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, 31 കൊല്ലം സഹിച്ച തടസ്സങ്ങൾക്ക് കണക്കില്ല. പക്ഷെ തമ്പുരാൻ തുറന്നു വിട്ടപ്പോൾ ഞാൻ ഈ സാക്ഷ്യം കൂടെ പറഞ്ഞ എന്തിനാ? ഇനിയും നിന്റെ വീട്ടിൽ തടസ്സം നിൽക്കുകയില്ല, ഇനിയും നിന്റെ മുമ്പിൽ തടസ്സം നിൽക്കത്തില്ല. ഇതതിനെ റിലീസ് ചെയ്യും. ഒരു ചോദ്യം, പിശാചിനാണോ ശക്തി, ദൈവത്തിനാണോ ശക്തി? പിന്നെ എന്തുകൊണ്ടാണ് ഈ തടസ്സം വരുന്നത്? ഞാനിന്ന് പ്രസംഗിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാം. ദൈവത്തിനാണോ ശക്തി, പിശാചിനാണോ ശക്തി? ദൈവത്തിന്. പിന്നെന്തുകൊണ്ടാണ് തടസ്സങ്ങൾ വരുന്നത്? നമ്മൾ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, ചില ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് ദൂത് വരുന്നത്. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ ദൈവം എന്തിനാണ് എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എന്തോരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്തോരു സ്തോത്രം ഇട്ടു, എന്തോരു ഉപവാസം ഇരുന്നു, എന്നിട്ട് എന്താ ഈ കണ്ണിൽ ചോരയില്ലാത്ത പണി കർത്താവ് കാണിക്കുന്നത്? ചോദിച്ചവരൊക്കെ ഇതിനകത്ത് തന്നെ കാണും. ചിലപ്പം ദൈവം എൻ്റെ കൊച്ചിൻ്റെ കാര്യം അങ്ങ് മറന്നോ? പാസ്റ്റർ പറഞ്ഞല്ലോ ദൈവം സർവശക്തനാന്ന്, പിന്നെന്താ തടസ്സം മാറാത്ത? അപ്പം ഞാൻ നിങ്ങളോടൊരു വചനത്തിൽ കൂടെ ഒരു ചോദ്യം ചോദിക്കുക. ദൈവത്തിൻ്റെ ആലയം ശത്രു അപഹരിച്ചു, ആ ആലയത്തിൻ്റെ മതിലിടിച്ചു കളഞ്ഞു. അത് പണിയാനായിട്ട് 3 കൂട്ടരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒന്നാമത് എഴുന്നേൽപ്പിച്ചത് സെരുബാബേല. സെരുബാബേൽ ആലയം പണിയാൻ പോയി. എസ്ര പണിത ആലയത്തില് സ്തോത്രം ആരാധന യഥാസ്ഥാനപ്പെടുത്താൻ പോയി. നെഹമ്യാവ് മതിൽ പണിയാൻ പോയി. പണി ഈസിയാന്ന് വിചാരിച്ച് സെരുബാബേൽ അങ്ങോട്ട് ചെന്നപ്പോൾ ആ കാര്യം മനസ്സിലായേ 16 കൊല്ലം പണി തടസ്സപ്പെട്ടു. അപ്പം ചോദ്യം, ദൈവമല്ലേ സെരുബാബേലിനെ എഴുന്നേൽപ്പിച്ചേ? ദൈവമല്ലേ സെരുബാബേലിനെ വിട്ടേ? പിന്നെന്താ തടസ്സം? എനിക്ക് പിടികിട്ടാത്തൊക്കെ ഞാൻ പറയുക നിങ്ങളോട്. ദൈവം പറഞ്ഞിട്ടല്ലേ തിരുവല്ല വീട് വെച്ചേ? ദൈവം പറഞ്ഞിട്ടല്ലേ കുഞ്ഞിന് നേഴ്സിംഗ് പഠിക്കാൻ വിട്ടേ? ദൈവം പറഞ്ഞിട്ടല്ലേ എഞ്ചിനീയറിംഗ്? ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ ബിസിനസ് തുടങ്ങിയേ? പിന്നെന്താ ഈ തടസ്സം? മറുപടി പറയാനാ ദൂതെടുത്തേക്കും. സ്തോത്രം, സ്തോത്രം. ഒരു ദൂത് ഉറപ്പിച്ച് പറയാം, തടസ്സങ്ങൾക്ക് അധികം ആയുസില്ല. ഇല്ല. കാരണം നീ വാഗ്ദത്തമുള്ളവനാ, നീ വാഗ്ദത്തമുള്ളവനാ. നിനക്ക് മുമ്പിൽ വന്ന തടസ്സത്തിന് അധികം ആയുസില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നിയോഗം നിനക്ക് തരും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. 16 വർഷം ആലയത്തിൻ്റെ പണി മുടങ്ങി എന്ന് പറഞ്ഞ് പണി വേണ്ടാന്ന് വെച്ചോ? ഇല്ല. ഒരു ദിവസം ഒരു പ്രവാചകൻ എഴുന്നേറ്റു. ഈ 16 വർഷമൊക്കെ തടസ്സം വന്നാൽ ഏത് കുഴയാത്തവനും കുഴഞ്ഞു പോകും, ഇല്ലയോ? ഇടമിട്ടുന്നില്ല, ഇല്ലയോ? 4 കൊല്ലം പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പം കുനിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പിടി കിട്ടിയോ? 16 കൊല്ലം മറുപടി കിട്ടിയില്ല. ഒരു ദിവസം ഒരു പ്രവാചകൻ എഴുന്നേറ്റ് പറയുക, സെരുബാബേലുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല. സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. സെരുബാബേലെ ദൂത് കേട്ടോ? സൈന്യത്താലല്ല. കർത്താവേ തടസ്സം, എടാ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൂത് കേട്ടോ നിങ്ങൾ? തടസ്സത്തിൻ്റെ മുമ്പിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം. ചിലരോടൊക്കെ ദൈവം പ്രവചിക്കുക, ഇന്നത്തെ ദിവസം നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ പോവുക. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാർ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. തടസ്സങ്ങളുള്ള ചിലരോട് ഞാൻ പറയാം, തടസ്സങ്ങളെല്ലാം കൂടെ ഒരു
ചരടയിൽ മുത്ത് കോർക്കുന്ന പോലെ കോർക്കരുത്. തടസ്സങ്ങളെ നോക്കി പറയണം, ഞാൻ ഇതിനെ ജയിക്കും. എത്ര പേര് ആമീൻ പറയും? ഞാൻ ഇതിനെ ജയിക്കും. നിനക്ക് വലുതും വിശാലവുമായ ചില വാതിലുകൾ തമ്പുരാൻ തുറന്നിടാൻ പോവുക. തടസ്സം പൊട്ടി എന്നൊരു വാർത്ത നീ കേൾക്കാൻ പോവുക. സ്തോത്രം. ദൂതിലോട്ട് വരാം. നിങ്ങൾ ശ്രദ്ധിക്കണം. 16 വർഷം പണി മുടങ്ങിക്കിടക്കുമ്പം ഇവിടെ പ്രവാചകൻ എഴുന്നേറ്റ് പറയുക സെരുബാബേലിനോട്, സെരുബാബേലുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല. ഇത് സെക്കരിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം. സൈന്യത്താലല്ല ശക്തിയാലുമല്ല, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. ഇതുവരെ ദൈവം മിണ്ടാതിരുന്നു, ഇനിയും ദൈവം മിണ്ടാതിരിക്കുന്നില്ല. ദൈവം ചോദിക്കുക, എൻ്റെ ജനത്തെ ഞാൻ എഴുന്നേപ്പിച്ച് പണിക്ക് വിട്ടപ്പം തടസ്സം ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്ന നീ ആരാ? ഒരാമീൻ വരുന്നില്ല. ഹല്ലേലൂയ. നീ ആരാ? നീ കണ്ടോ, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ കഴിവിനു പോലല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങാൻ പോകുന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കണം. 43-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വടക്കിനോട് തരിക എന്നും, ഞാൻ വടക്കിനോട് തരിക എന്നും, തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. തെക്കിനോട് ഞാൻ തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കണം. തമ്പുരാന്റെ ആധരം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചലിക്കാൻ പോവാ. നിന്നെ തടഞ്ഞു വെച്ചത് ആരാണോ ഇനിയും തടുക്കരുതെന്ന്. Glory to God. എത്ര പേർ വിശ്വസിക്കുന്നത്? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കും, നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതും. എത്ര പേർ വിശ്വസിക്കും? മോശ മുമ്പേ ദൈവദാസൻ പറഞ്ഞെടുത്ത് മോശ ഒരു വാക്ക് പറയുന്നുണ്ട്. മോശ പറയുക ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന വേറൊരു ഭാഗത്ത് നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ എവിടെ നിനക്ക് തടസ്സം സൃഷ്ടിക്കപ്പെട്ടോ അവിടെ നിന്നൊരു യുദ്ധം അഴിച്ചു വിടുക. അത് മാനുഷിക ശക്തി കൊണ്ടല്ല, സൈന്യം കൊണ്ടല്ല. ഗ്ലോറി 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 ഗ്ലോറി. എത്ര പേർ തിരിച്ചറിയുമെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിക്കാമെങ്കിൽ ദൂത് പറയാം, സൈന്യത്തിന് ചെയ്യാൻ കഴിയാത്തത്, ശക്തിക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവാത്മാവ് ചെയ്യും. ഓ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ മഹാപർവ്വതം പോലെ നന്മ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ്, പണി നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഞാൻ ഈ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ടൊരു ദൂത് പറയുക. നീ തുടങ്ങി വെച്ച പലതും തമ്പുരാൻ പൂർത്തീകരിക്കാൻ പോവാ. വഴിമധ്യത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്നതൊക്കെ പ്രാർത്ഥനയിൽ മാറും, പ്രാർത്ഥനയിൽ മാറും. ചില വീട് പണിയുടെ തടസ്സം മാറും. ചില പ്രോപ്പർട്ടിയുടെ പേയ്മെന്റിന്റെ വിഷയത്തിന്റെ തടസ്സം മാറും. നിന്നെ കുരുക്കിയിട്ടേക്കുന്ന കുരുക്ക് പൊട്ടി ആ തടസ്സം മാറി നിന്റെ വീടിനകത്തൊരു നന്മ വരും. നിന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന്റെ കുരുക്ക് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇച്ചിരി മിനിറ്റുകളെ പ്രസംഗിച്ചിട്ടൊന്ന് ആരാധിക്കാൻ പോവുക. എന്നോട് കർത്താവിൻ്റെ മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ് ഇന്ന് തടസ്സം മാറുമെന്ന് പറ. നിന്റെ മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. നിന്റെ അവസ്ഥ മാറാൻ പോവുക, നിന്റെ സാഹചര്യം മാറാൻ പോവുക, നിന്റെ കണ്ണ് ചില വാക്തത്വം കാണാൻ പോവുക, നിന്റെ കൈ ചില വാക്തത്വത്തെ ഓ, ചിലരുടെ കയ്യിൽ ഒരു പിടി താക്കോലിരിക്കുന്നത് ഞാൻ കാണുന്നു. പൂർത്തിയായ താക്കോൽ. ഓ യെസ്. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് പൂർത്തിയാക്കാൻ പോവുക.
എഴുതിയിട്ടോ. ചിലതൊക്കെ ചിലരുടെ ലൈഫിൽ തുടങ്ങാൻ പോവുക. നിനക്ക് ദൈവത്തിൽ നിന്ന് ചില ദാനങ്ങൾ വരാൻ പോവുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചിലരോട് കൽപ്പിക്കാൻ പോവുക നിന്നെ സഹായിക്കാൻ. ഓ, ഈ ഞാൻ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്കതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറയാൻ താല്പര്യം. സഹോദരൻ, ഒരിക്കൽ എന്നെ കാണുവാൻ ഒരു സിസ്റ്റർ വന്നു. അവരെന്നോട് പ്രാർത്ഥിക്കാൻ വന്നത് അവരുടെ മോളെ 1 വർഷം പഠിപ്പിച്ചു, 2 വർഷം പഠിപ്പിച്ചു, 3-ാമത്തെ വർഷം പഠിപ്പിക്കാൻ ഫീസില്ല. അതുകൊണ്ട് മോള് സ്തോത്രം വേറൊരു രാജ്യത്താണ്, കോളേജിൽ പോയിട്ടില്ല, അവിടെ അപ്പാർട്ട്മെൻറ്റിൽ കഴിയുക. സ്തോത്രം. ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം ഇവിടുത്തെ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞാൽ കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടേ. 2 വർഷം ഫീസ് അടച്ചു. സ്തോത്രം. 3-ാമത്തെ വർഷം അടയ്ക്കാൻ പൈസ ഇല്ല. ഞാൻ ചോദിച്ചു, എത്ര ലക്ഷം രൂപ വേണം? അവർ പറഞ്ഞു 6.25 ലക്ഷം രൂപ വേണം 1 വർഷത്തെ ഫീസ് അടയ്ക്കാൻ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ ഇവക്കൊരു 6.25 ലക്ഷം രൂപ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇറച്ചിയും തരാൻ. കണ്ടോ, മിണ്ടുന്നില്ല. ഞാൻ ബൈബിള് തുറന്നു, ആ വാക്യം എടുത്തേച്ച് പറഞ്ഞു, ദൈവം പറഞ്ഞു ഇത് നിനക്ക് തരാൻ. ആ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോഴും ഈ വചനം എൻ്റെ മുമ്പിൽ വന്നു. മിണ്ടുന്നില്ല. ജീസസ്. പിറ്റേ ഞായറാഴ്ച ഒരു യോഗത്തിന് വന്നപ്പം കൈ കൂപ്പിക്കൊണ്ട് ഓടി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ചോദിച്ചു, എന്തുവാ? സ്തോത്രം. അവളെ പഠിപ്പിച്ച സാറ് ഫീസ് അടച്ചു. കണ്ടോ, മിണ്ടുന്നില്ല. കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ചിലരോട് ദൈവം ദൂത് പറയാം, നിന്റെ കരങ്ങളിൽ എത്തേണ്ട ചിലത്. ഓ, ഗ്ലോറി, 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 ഗ്ലോറി. സ്തോത്രം. ഞാനൊരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, സ്തോത്രം, അവിടെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ മാനസാന്തരത്തിനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് മാനസാന്തരം? വഴക്കാളിയാണോ? അല്ല. പിന്നെന്തുവാ? ഇവൾക്ക് കിട്ടുന്ന ഒറ്റ പൈസ പോലും എനിക്ക് തരത്തില്ല. ഇവൾക്ക് കിട്ടുന്ന ഒറ്റ പൈസ പോലും എനിക്ക് തരത്തില്ല. അതുകൊണ്ട് ഇവൾ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഉടനെ ഭാര്യ എന്നോട് പറഞ്ഞു, സ്തോത്രം, ഈ എൻ്റെ ചെറിയ ശമ്പളം കൊണ്ട് എൻ്റെ അച്ഛൻ ഒരു പ്രയോജനവും ഇല്ല. സ്തോത്രം. എൻ്റെ അച്ഛൻ അതുപോലെ വലിയ ബിസിനസ്സും ജോലിയുള്ള ആളാണ്. അതുകൊണ്ടും കഴിഞ്ഞേച്ചാൽ മതി, എൻ്റെ പൈസ ഞാൻ തരത്തില്ല. ഓ, ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർത്തു, പെണ്ണ് മലയാളി ആയതുകൊണ്ടും ചിലപ്പോൾ ഉടക്കി വർത്താനം പറയുന്നതായിരിക്കും. സ്തോത്രം. ഭർത്താവിന് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ഫോണും എടുത്ത് വെളിയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ സ്തോത്രം, ഞാൻ ഒരു നിവൃത്തിയില്ലാത്തൊരു വീട്ടിലായിരുന്നു. ആ ചർച്ചിലെ ഒരച്ഛൻ, എൻ്റെ അമ്മ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, എൻ്റെ മോളെ നേഴ്സിംഗ് വിടാൻ താല്പര്യമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പം ആ ചർച്ചിലെ ഒരു അച്ചായൻ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അച്ചായൻ പഠിപ്പിച്ചാൽ ഞാൻ നേഴ്സായേ. ഞാനിപ്പം 9 നേഴ്സുമാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ പൈസ ഞാൻ ഭർത്താവിന് കൊടുക്കുകയില്ല. കണ്ടോ, മിണ്ടുന്നില്ല. സ്വത്രാഴ്ച ഇടാനുള്ള പൈസ ഒഴിച്ചാൽ ബാക്കിയെല്ലാം 9ആയിട്ട് വിഭജിച്ച് 9 പേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് അറിയത്തില്ല. അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഞാൻ പറഞ്ഞ അറിയുമല്ല, ഇന്ന് ഞാൻ പറയാൻ പോവാ. കണ്ടോ, മിണ്ടുന്നില്ല. ഭർത്താവ് എന്നോട് പറഞ്ഞു, പക്ഷേ മിണ്ടരുത്. ഞാൻ പറഞ്ഞു, ദൈവാത്മാവിനോട് നിൻ്റെ ഭർത്താവിനോട് പറയണമെന്ന്. ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, ദേ സ്തോത്രം, ഞാനൊരു കാര്യം പറയാൻ പോവാ, പറഞ്ഞോട്ടെ. സ്തോത്രം. ഈ കമ്പമെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അവൻ ഓടി വന്നത് എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു, ഞാനൊരു 3 പേരെ കൂടെ പഠിപ്പിക്കാം. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അനുഭവിച്ചവർക്ക് കൃപ അറിയത്തുള്ളൂ. Glory to God. ഞാനൊരു ദൂത് പറയാം, നിനക്ക് ചിലർ ദയ കൽപ്പിച്ചാൽ നീ ചിലരോട് ദയ കാണിക്കണം. കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇപ്പം നീ പറയും, എനിക്ക് നേഴ്സിംഗ് ഒന്നും പഠിപ്പിക്കാൻ അറിയത്തില്ല. വേണ്ട. സ്തോത്രം. നിനക്ക് 430 ചുരിദാറുണ്ടല്ലോ. വേണ്ട, മിണ്ടുന്നില്ല. അതിൽ 2 എണ്ണം ചുരിദാറില്ലാത്ത ഒരാൾക്ക്, അതിനകത്ത് ഇന്ത്യയുടെ ഭൂപടം വരച്ചൊന്നും കൊടുക്കരുത് എന്ന് മനസ്സിലായില്ലയോ? കീറി ഇനി മനുഷ്യനിടാൻ പറ്റാത്ത സാധനം കൊടുക്കരുത്. സ്തോത്രം.
വസ്ത്രമില്ലാത്ത ഒരാളെ കാണുമ്പോൾ സ്തോത്രം, പിന്നെ അല്ലേ ഇത്രയും ഉള്ള നിനക്കൊരു പുതിയ വാങ്ങിച്ചു കൊടുക്കല്ലോ. ഇവിടെ മിണ്ടുന്നില്ലല്ലോ. നിൻ്റെ വീട്ടിൽ എത്ര ബെഡ്ഷീറ്റുണ്ട്? മാറി മാറി ഇടുവരുമോ? പുള്ളിയുള്ളതും വരയുള്ളതും. അതില്ലാത്ത ഒരുത്തന് ഇപ്പോൾ എഴുന്നേറ്റ് പോകരുത്, ദൂത് പറയാൻ പോവാ. അവിടെ മിണ്ടുന്നില്ല. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നിനക്ക് എന്തെല്ലാം ഉണ്ട്? സ്തോത്രം. ആരോടേലും നീ ദയ കാണിക്കോ? എന്നിട്ട് നീ പ്രാർത്ഥിക്കുക, കർത്താവേ കരുണയുണ്ടാവണം. കർത്താവ് പറഞ്ഞ സൗകര്യമില്ല. കണ്ടോ? കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് ഇപ്പോൾ ഉറങ്ങരുത്, കണ്ണു തുറന്ന് നോക്കണം എന്നെ. കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്തോ ചെയ്യും? കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ ദയ കൊണ്ടാ നീ ഇതുവരെ ജീവിച്ചു വന്നേ. അപ്പം മറ്റൊരാളോട് നീ എന്തോ കാണിക്കണം? ദയ കാണിക്കണം. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് തുള്ളിച്ചാടിയാണ് ഇറങ്ങിയത്. അതിൻ്റെ കാരണം എന്നാ? 3 പിള്ളേരെ കൂടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഭാര്യയോട് ചോദിക്കുക, എൻ്റെ മോളെ നീ ഇത്ര വലിയ മനസ്സിന് ഉടമയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അവൾ പറയുക, അച്ചായ ഞാൻ വന്ന വഴി അച്ചായൻ അറിയത്തില്ല, ഞാൻ അനുഭവിച്ച കൃപ. നിങ്ങൾക്കറിയാമോ, ഈ ഇല്ലായ്മയിലൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം ഇങ്ങോട്ട് കിട്ടുമ്പോഴേ നമ്മൾ അനുഭവിക്കുന്നൊരു കൃപയുണ്ട്. ഓ ഹല്ലേലൂയ. ഞാനൊരിക്കൽ ബൈക്കോളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സ്തോത്രം, ഇവിടെ കുമ്പനാടാണ് പഠിച്ചത്. എൻ്റെ ബാച്ചിൽ ഒരു പ്രായമുള്ള 55 വയസ്സുള്ള ഒരു പുള്ളി കൂടെ പഠിക്കുന്നുണ്ട്. പുള്ളി ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. പക്ഷെ പുള്ളിക്ക് ബൈബിൾ കോളേജിൽ വരാൻ പോലും വണ്ടിക്കൂലിയില്ല. ഒരു ദിവസം പുള്ളി പത്തനംതിട്ട വന്നിട്ട്, പത്തനംതിട്ട വരാനുള്ള വണ്ടിക്കൂലിയേ ഉള്ളൂ. പിന്നെ കുമ്പനാട് വരാൻ വണ്ടിക്കൂലിയില്ല. പുള്ളി ബസ്സേ കയറി, വിശ്വാസത്താലെങ്ങ് കയറി. സ്തോത്രം. പുള്ളി എന്നോട് പറഞ്ഞു, കണ്ടക്ടർ വരുമ്പോൾ മാറി മാറി നിൽക്കുക. അങ്ങനെ മാറി മാറി നിന്ന ഒരാളുടെ അടുക്കച്ച്, അയ്യോ ഇവൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആള്. സ്തോത്രം. അവൻ്റെ വണ്ടി കേടായിട്ട് ഈ ബസ്സേ കയറിയതാ. ഓ നീ എങ്ങോട്ടാ പോകുന്നേ? കുമ്മനാട്ടോട്ട്. അദ്ദേഹം ടിക്കറ്റ് എടുത്തു, പിടിച്ചടുക്കയിരുത്തി, ഭയങ്കര വർത്താനം. ഗ്ലോറി. പോകാൻ നേരത്ത് കുമ്പനാട്ടിറങ്ങി ATM കൗണ്ടറിൽ നിന്ന് ഒരു 25,000 രൂപ വിഡ്രോ ചെയ്ത് പോക്കറ്റിട്ട് കൊടുത്തേച്ച് സ്തോത്രം, കേടായ വണ്ടി ശരിയാക്കാൻ വർക്ക്ഷോപ്പിലോട്ട് പോവുക. ആ പൈസ വാങ്ങിച്ചോണ്ട് ഞങ്ങളുടെ അടുക്കളോട്ട് പുള്ളി വന്നിട്ട് ഒരു ഒറ്റ നിലവിളി, എടാ വണ്ടിയെ വാമി കയറിയാലും നിന്നെ പോറ്റാൻ തമ്പുരാൻ. ഗ്ലോറി. ആ പൈസ ഇങ്ങോട്ട് വന്ന് പുള്ളി ചെയ്ത കേൾക്കണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസമുള്ള 6-7 പേർ എല്ലാവരെയും അങ്ങോട്ട് പിടിച്ച് ഓരോ പിടി വാരി അങ്ങോട്ട് കൊടുത്ത് കൊണ്ടുപോയി തിന്നടാ, അനുഭവിക്കടാ, കർത്താവ് തന്നാടാ. ഞാനൊരു ദൂത്. അപ്പൊ ചോദ്യം, നാളെ എന്തോ ചെയ്യും? ഇന്ന് തന്നവൻ നാളെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ചില ഇല്ലായ്മയൊക്കെ വരുമ്പോഴേ നമ്മൾ ചിന്തിക്കാത്തൊരു വഴി? സ്തോത്രം. ഒരിക്കൽ എൻ്റെ തീരെ പൈസ ഇല്ലാഞ്ഞപ്പം, സമയമൊന്നും ഞാൻ പറയുന്നില്ല, തീരെ പൈസ ഇല്ല. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ ഒരു കാര്യം, എൻ്റെ ഒരു ATM കാർഡ് തപ്പി പഴയ ബാഗെല്ലാം തുറന്ന് ചെന്നപ്പം ഒരു ബാഗിൻ്റെ ഉറയ്ക്കകത്ത് 1 കെട്ട് രൂപ. അത് പണ്ട് എന്തോ കാര്യത്തിന് മാറ്റിവെച്ചാ. അന്നേരം അത് കയ്യിലൊക്കെ ഒന്ന് എടുത്ത് പിടിച്ചേച്ച് ഞാനൊന്ന് തുള്ളിച്ചാടി. അപ്പം ലിനി എന്നോട് ഒന്നുമില്ല ജീസസ്, ഒരു അത്ഭുതം വെളിപ്പെട്ടതാ. നിങ്ങൾക്കറിയാമോ, നിൻ്റെ കയ്യിൽ എത്ര കെട്ട് നോട്ടുണ്ടെങ്കിലും ഇല്ലായ്മയിൽ ചിന്തിക്കാത്തൊരു സ്ഥലത്തുനിന്ന്, പ്രതീക്ഷയില്ലാത്തടത്തുനിന്ന് ഒരു നന്മ നിനക്ക് വരുമ്പോഴേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ഭാവനയെ കാണുന്നത്, ഏലിയാവിന് കാക്ക അപ്പം കൊടുത്തപ്പോഴേ നമ്മളിൽ ഐസ് അലിച്ച് തിന്നോല പുള്ളി അപ്പം തിന്നേ. അതിൻ്റെ കാരണം എന്താ? അവനറിയാം ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ദൂത് പറയാം, തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട്, നിന്നെ പോറ്റാൻ കൽപ്പിച്ചിട്ടുണ്ട്, നിന്നെ നടത്താൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ചിലപ്പം കർത്താവിന് സ്തോത്രം, ഒരാവശ്യമൊക്കെ ഉണ്ടായി നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനൊരിക്കൽ, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ഒരു വിഷയത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
പൈസയുടെ കാര്യമാണ്, കുറച്ച് പൈസ വേണം. അപ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, സ്തോത്രം, പൈസ വല്ല ആവശ്യമുണ്ടോ? ഞാൻ ചോദിച്ചു, എന്നാ? എനിക്ക് 3 മാസം കഴിഞ്ഞ് എടുക്കേണ്ട കുറച്ച് പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞു, തന്നേരെ. ഞാൻ പുള്ളിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ല, പുള്ളി തന്നു. ഞാൻ എന്ത് കാര്യം ചോദിച്ചോ ആ കാര്യത്തിനുള്ള പൈസ 2 മാസം കൊണ്ട് തിരിച്ചു കൊടുത്തു. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ദൂതുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും മനസ്സിൽ പറയേണ്ട ഒരു വാക്ക് ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവം കരുതും. പറയോ, ഒന്ന് പറ. ദൈവം കരുതും. നീ ചിന്തിക്കാത്ത സ്ഥലത്ത്, ചിന്തിക്കാത്ത ഇടത്ത് നിന്റെ ചരിത്രം മാറ്റാൻ തമ്പുരാൻ. ഓ ഹല്ലേലൂയ. ഞാൻ ഇച്ചിരിയുടെ ഗഹനമായി ദൂതിലോട്ട് വരട്ടെ. അപ്പോൾ ചോദ്യം, പിശാചിനാണോ ശക്തി, ദൈവത്തിനാണോ ശക്തി? ദൈവത്തിനാ. പിന്നെന്താ തടസ്സം വന്നേ? ഗ്ലോറി ടു ഗോഡ്. ഞാനൊരു ദൂത് പറയാം. തടസ്സങ്ങൾ വന്നിരുമ്പോഴും ദൈവം മൗനമായിരിക്കുന്നത് മറന്നിട്ടല്ല. ഗ്ലോറി. നിന്റെ ലൈഫിൽ വെളിപ്പെടേണ്ട ചില ദൈവപ്രവർത്തിക്കൊരു ടൈമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ, തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് ആ കൈകളിൽ നിന്ന് താണിരിക്കുക. നാട്ടുകാരൊക്കെ നിന്നെ ചവിട്ടി തേക്കും. നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി? അല്പ ദിവസം കഴിയുമ്പോൾ എഴുതിയിട്ടു, അവൻ്റെ മുൻപിൽ, നിന്നെ അപമാനിച്ചവൻ്റെ മുമ്പിൽ നിന്നെ ഗ്ലോറി ടു ഗോഡ്. ചിലരോടൊക്കെ ഞാൻ പ്രവചിച്ചൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു, ജീസസ്, നീ ചിന്തിക്കാത്ത ചില കാര്യം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹമി, നദി തുറന്നു വിടുന്ന പോലെ നിന്റെ വീട്ടിലോട്ട് നന്മ തുറന്നു വിടാൻ പോവുക. ഇതുവരെ പ്രാപിക്കാത്ത ഒരു അഭിഷേകം ഇന്ന് നിന്റെ മേൽ വരണം. ഇതുവരെ പ്രവചിക്കാത്ത പോലെ വ്യക്തികളെ പരിശുദ്ധാത്മാവ് നോട്ടമിടുക. ഇന്ന് പ്രയർ കഴിയുന്നതിന് മുമ്പ് നിന്റെ ഉറവ തുറന്നിരിക്കും. ലേഹിയിൽ ഉറവ പിളർത്തിയവൻ, ഓ ജീസസ്, ഇസഹാക്കിന് മൂടിയ ഉറവ തുറന്നു കൊടുത്തവൻ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂതൻ. രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. നിങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ചോദ്യം, ഹല്ലേലൂയ, ഇത് തടസ്സപ്പെട്ട് കിടക്കുക. അപ്പോൾ പറയാം, സെരൂബാബേലിനോട് ദൈവം സംസാരിക്കുക, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. സെരൂബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാടാ? നീ സമഭൂമിയാകും. എന്നിട്ട് അവന് കേൾക്ക പറയുക, ഒരു പ്രവചനം നടക്കും, അതിന് കൃപ കൃപ എന്ന്. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ആര് കയറ്റും? സെരൂബാബേലിന്റെ കൈ. സെരൂബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ കൈ തുടക്കമിട്ടെങ്കിൽ നിന്റെ കൈ തന്നെ അത് പൂർത്തിയാ. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ഹോളി സ്പിരിറ്റ് പറയുക, എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, ചിലതിൻ്റെ പൂർത്തീകരണം ഉടനെ ഉണ്ട്, ചിലതൊക്കെ ദൈവം ഫുൾഫിൽ ചെയ്യാൻ പോവുക. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഇന്ന് പ്രയർ കഴിയുന്നതിന് മുമ്പ് ദൈവാത്മാവ് നിന്നോട് സംസാരിക്കാം. നിന്റെ കണ്ണ് ചില അത്ഭുതം കാണാൻ പോവുക, ചില വീട് വിരുന്ന് വീടാകാൻ പോവുക, ചിലര് പുതിയ വീട്. കൃപ 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 കൃപ. എവിടൊക്കെയോ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്നു. എവിടൊക്കെയോ യെസ്, എവിടോ വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. ഗ്ലോറി ടു ഗോഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് തടസ്സം മാറുവാന്ന്? തടസ്സം ഒരുപക്ഷെ ഇത് പ്രയർ കഴിഞ്ഞ് ചെല്ലുന്നതിന് മുമ്പ് നിന്റെ തടസ്സങ്ങൾ മാറാൻ തുടങ്ങും. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന അടയാളങ്ങൾ, ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കുന്ന അടയാളങ്ങൾ, നിന്നെ ഇന്നലെ രാത്രി ഭാരപ്പെടുത്തിയ വിഷയത്തിന് നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് ഒന്ന് പോകാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദാനിയേൽ ഒരിക്കൽ പ്രാർത്ഥിച്ച ചരിത്രം ബൈബിളിലുണ്ട്. പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി ആകാശമണ്ഡലത്തിൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭുക്കൾ തടഞ്ഞു വെച്ചു. എന്തുവാ? പാർസി രാജ്യത്തിൻ്റെ പ്രഭുക്കൾ തടഞ്ഞു വെച്ചു.
ഒരു നല്ല ഹല്ലേലൂയ പറയണം. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തടസ്സത്തെ വെട്ടിമാറ്റി പ്രാർത്ഥിച്ചവൻ്റെ കയ്യിൽ മറുപടി കൊണ്ടെത്തിച്ചു. ഞാൻ ഇന്നൊരു വെളിപ്പാടൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. ഗ്ലോറി. പലർക്കും ഉള്ള മറുപടി മേളിലായി കഴിഞ്ഞു. ഗ്ലോറി. സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പേര് മാറ്റി എഴുതുക. സിസ്റ്റർ മീന, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ബ്രദർ ജോയി, ഞാനൊരു പേര് പറഞ്ഞതേ ഉള്ളൂ, നിന്റെ പേര് എഴുതി ചേർത്തോ. നിന്റെ പ്രയറിന് മറുപടിയായി. അല്പ ദിവസത്തിനുള്ളിൽ നിന്റെ നിന്ന ഉരുണ്ടുമാറും. നിന്റെ നെഞ്ചത്ത് കൈവച്ച് ഏറ്റെടുക്കുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നെഞ്ചത്ത് കൈവച്ച് ദൂതേറ്റെടുക്കുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എത്ര പേര് ആമേൻ പറയും? ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരോട് ഹോളി സ്പിരിറ്റ് പറയുകയാണ്, നിന്റെ പ്രയറിന് ഉത്തരമായി. കേട്ടോ, എന്നോട് കർത്താവ് പറയുക, ദാനിയേലിന്റെ പ്രാർത്ഥന തടയപ്പെട്ടു, മറുപടി. പക്ഷെ ദൂതനിറങ്ങി തടസ്സത്തെ വെട്ടിമാറ്റി മറുപടി പ്രാർത്ഥിച്ചവൻ്റെ കയ്യിൽ കിട്ടി. ആ വലത് കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചേ. ഒരു വിശ്വാസം പറയും, എൻ്റെ ഈ കയ്യിൽ മറുപടി ഉടനെ ദൈവം തരും. എൻ്റെ ഈ കരത്തിൽ മറുപടി ഉടനെ ദൈവം തരും. ഹസ്ബന രഭന ഹസ്സി, അതങ്ങനെ പിടിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ച് എന്ത് കാര്യത്തിനാണ് മറുപടി വേണ്ടിയേ അത് ദൈവത്തോടെന്ന് പറഞ്ഞ്, കുഞ്ഞിൻ്റെ വിവാഹം, കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ കുഞ്ഞിന് തലമുറ ലഭിക്കണം, എൻ്റെ വസ്തു പേരിക്കൂട്ടി കൂട്ടണം, യേശുവിൻ്റെ നാമത്തിൽ എന്താ വിഷയം, നിൻ്റെ യാത്ര, കുടുംബജീവിതം, സമ്പത്ത്, ആരോഗ്യം, നന്മ, അഭിഷേകം, പരിശുദ്ധാത്മാവ്, ദൈവവേല, വിശുദ്ധ ജീവിതം, എന്താണ് നിനക്കാ മറുപടി നിൻ്റെ കൈത്തണ്ടയിൽ. എന്നോട് കർത്താവ് പറയുകയാണ്, ആ കൈ മലർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത 14 ദിവസത്തിനകത്ത് പലരുടെയും കൈത്തണ്ടകളിൽ മറുപടികൾ. ഇനി ഞാൻ പ്രവചിക്കുക. അസ്മന ഹത്തന എഴുതിയിട്ടു. അടുത്ത 14 ദിവസത്തിനകത്ത് നിന്റെ മറുപടി നിന്റെ കയ്യിൽ വരും. അത് വിസായായി, അത് സമ്പത്തായി, അത് അഭിഷേകമായി, അത് വിടുതലായി നിന്റെ കണ്ണുകൾക്ക് നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കാര്യം, എന്നെ ദൈവം ഒരു കൈ കാണിച്ചു. കൈക്കകത്ത് 14 ദിവസമെന്ന് കാണിച്ചു. എന്നോട് ദൈവം പറഞ്ഞു, ഇങ്ങനെ ജനത്തോട് കൈ നീട്ടിപ്പിടിച്ചോ. അടുത്ത 14 ദിവസത്തിനകത്ത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ, നിന്റെ കണ്ണുകൾക്ക് യെസ്. നല്ലൊരു ഹല്ലേലൂയ പറ. നല്ലൊരു ഹല്ലേലൂയ പറ. നല്ലൊരു ഹല്ലേലൂയ പറ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒരു ദൂത് പറഞ്ഞ് ഞാൻ നിർത്താം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, നിന്റെ മറുപടി എവിടെ തടസ്സപ്പെട്ടാലും അതുടനെ റിലീസാവും. അത് നിന്റെ കയ്യിൽ മറുപടിയായി വരും. അത് നിൻ്റെ ഇമെയിലിൽ മറുപടിയായി വരും, നിൻ്റെ വാട്സാപ്പിൽ മറുപടിയായി വരും, പോസ്റ്റലിൽ മറുപടിയായി വരും, ഗവൺമെൻറ് സീല് പതിഞ്ഞ മറുപടികൾ വരും, കോടതിയുടെ സീല് പതിഞ്ഞ മറുപടി.